Hello everyone, welcome back to Siren Learning. It's me Jamshad. Yes, നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് The Rightful Inheritors of the Earth. Yes, ഭൂമിയുടെ അവകാശികൾ എന്നുള്ള കറക്റ്റ് ആ ഒരു പേരിലാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആ ഒരു എഴുത്താണ്. അതാണ് നമുക്ക് ഇത്തവണ പഠിക്കാനായിട്ട് വന്നുള്ളത്. ഇത്തവണ ക്രിസ്മസ് എക്സാമിൽ ഇത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. സോ നമ്മൾ ആദ്യമായിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ പറയാൻ പോവുകയാണ്. ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സുകൾ നമ്മൾ പറയാൻ പോവാണ്. സോ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക. കാരണം അവർക്ക് മാക്സിമം യൂസ്ഫുൾ ആയിരിക്കും. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ഊഹിച്ചോ, സെറ്റ് ആക്കിക്കോ. ഇതാണ് റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എർത്ത് എന്നുള്ള ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു കിടിലം പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതിന്റെ സമ്മറിയാണ് പറയാൻ പോകുന്നത്. ആക്ച്വലി ഇത് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ബഷീറിന്റെ ഒരു ബുക്ക് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർസ് ഇൻഹെറിറ്റേഴ്സ് ഓഫ് എർത്ത് എന്നുള്ളത്. അത് ആക്ച്വലി ഭൂമിയുടെ അവകാശികൾ ഇസ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഇൻ വിച്ച് ഭയങ്കര ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്, വളരെ ചുരുക്കിയിട്ടുള്ള ഒരു വിശദീകരണമാണ്. ഇൻ വിച്ച് ദ ഓതർ ടോക്സ് അബൌട്ട് ദ നീഡ് ടു കൺസിഡർ അതർ ആനിമൽസ്. മറ്റു ജനങ്ങളെ പോലെ തന്നെ മറ്റു മൃഗങ്ങളെയും നമ്മൾ പരിഗണിക്കണം ആസ് എ പാർട്ട് ഓഫ് ദിസ് ലാൻഡ്. ഈ ഒരു ഭൂമിയുടെ ഭാഗമാണെന്ന്. ഇല്ലേ, ഈ ഭൂമി മനുഷ്യന്മാർക്ക് മാത്രമുള്ളതാണോ? ഇല്ല, കടുവകൾക്കുണ്ട്, അതുപോലെ തന്നെ മാനുകൾക്കുണ്ട്, അതുപോലെ തന്നെ പക്ഷികൾക്കുണ്ട്, മീനുകൾക്കുണ്ട്, ചെറിയ ചെറിയ പ്രാണികൾക്കുണ്ട്. എല്ലാവരുടെയും അവകാശമാണ് ഈ ഒരു ഭൂമി എന്ന് പറയുന്നത്. അല്ലേ, ആധാരം നമ്മളെ പേരിലാന്നേ ഉള്ളൂ, പക്ഷെ അതിൻ്റെയൊക്കെ അവകാശികൾ അവരും കൂടിയാണ്. ബിക്കോസ് ദേ ആർ ദ റൈറ്റ്ഫുൾ ഹെയർസ് ഓഫ് ദ ലാൻഡ്. അവരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അവകാശികൾ എന്ന് പറയുന്നത്. അല്ലെ, അനന്തരാവകാശികൾ. അല്ലെ, ഹെയർസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശികൾ. യഥാർത്ഥത്തിലുള്ള സത്യത്തിലുള്ള റൈറ്റ്ഫുൾ ആയിട്ടുള്ള അനന്തരാവകാശികൾ അവരാണ്. അല്ലേ, അവരാണ് ശരിക്കും അനന്തരാവകാശികൾ. കാരണം മനുഷ്യൻ വരുന്നതിന് മുമ്പേ ജീവികൾ ഇവിടെയുണ്ട്. ആൻഡ് ദ നരേറ്റീവ് പ്രോഗ്രസസ് ത്രൂ എ സിറ്റുവേഷൻ ദാറ്റ് ദ നരേറ്റർ ആൻഡ് ഹിസ് വൈഫ് ഫേസ് ആഫ്റ്റർ ദേ സ്റ്റാർട്ട് ലിവിംഗ് ഇൻ ദ ന്യൂലി പർച്ചേസ്ഡ് ഹൗസ്. ആക്ച്വലി ഈ ഒരു നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വൈഫും ആയിട്ടുള്ള ആ ഒരു തർക്കത്തിലാണ് അവിടെ തുടങ്ങുന്നത്. അവർ പുതിയൊരു വീടൊക്കെ വാങ്ങി. അങ്ങനെയാണത് പുരോഗമിക്കുന്നത്. അങ്ങനെ അവർ ആ ഒരു വീടൊക്കെ വാങ്ങിയതിന് ശേഷമാണ് അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ആൻഡ് ദ സറൗണ്ടിങ് ഏരിയ, അതിൻ്റെ ആ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഒരു ചർച്ച പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. എന്താ സംഭവിക്കുന്നു നോക്കാം. ദ പ്രോബ്ലം ദേ ഫേസ്ഡ് വാസ് ദ സം ആനിമൽ എയ്റ്റ് ദ കോക്കനട്ട്. അവരുടെ തേങ്ങ കുറച്ച് ആനിമൽസ് ഒക്കെ എന്താക്കുന്നു, കട്ട് തിന്നുന്നു. അവര് പെറുക്കി കൊണ്ടുവച്ച്, അല്ലെങ്കിൽ പിന്നെ ആക്ച്വലി തെങ്ങിൽ നിന്ന് പറിച്ചു കൊണ്ടുവച്ച് അത് പൊളിച്ച് സെറ്റാക്കി വെച്ച തേങ്ങയൊക്കെ ജീവികൾ എടുത്തുകൊണ്ടുപോകുന്നു. ഗൈസ്, ആനിമൽസ് ഒക്കെ എടുത്തുകൊണ്ടുപോകുന്നു. ദ ലേറ്റർ റിയലൈസസ് ദാറ്റ് ബാറ്റ്സ് വർ ദ റിയൽ കൾപ്രിറ്റ്സ്. യഥാർത്ഥ കുറ്റവാളികൾ ആരാണ്? ബാറ്റാണ്. അല്ലേ, വവ്വാലുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. വവ്വാലാണ് ഇവരുടെ തേങ്ങയൊക്കെ കട്ടുകൊണ്ടുപോകുന്നത്. കുറ്റവാളി, കൾപ്രിറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറ്റവാളി കേട്ടോ. യെസ്, കുറ്റവാളികളെ കണ്ടെത്തി. യെസ്, ഓക്കെ. ദ നരേറ്റേഴ്സ് വൈഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കസിൻ. തൻ്റെ കസിൻ്റെ ആ ഒരു ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു നരേറ്ററിൻ്റെ വൈഫ്, അതായത് നമ്മുടെ ബഷീറിൻ്റെ വൈഫ് എന്താക്കുന്നത്, ഇത് കണ്ടെത്തുന്നത്. പ്ലോട്ടഡ് ടു കിൽ ദ ബാറ്റ്സ്. ആ ഒരു ബാറ്റിനെ കൊല്ലാൻ വേണ്ടി തയ്യാറാവുകയാണ്. ദേ റിയലൈസ് ദാറ്റ് ദ ബാറ്റ് കെയിം ഫ്രം ദ നിയർ ബൈ ടെമ്പിൾ. അടുത്തൊരു ടെമ്പിൾ ഉണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്നാണ്. ചിലപ്പോൾ ആൽമരത്തിലൊക്കെ എന്തുണ്ടായിരിക്കും, ഈ ഒരു വവ്വാലുകൾ താമസിക്കാറുണ്ട്. അതുപോലെ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ ഒരു വവ്വാലുകൾ വരുന്നത് എന്ന് അവർ മനസ്സിലാക്കി. ദേ വാണ്ട് ടു കിൽ ദ ബാറ്റ്സ് വിത്ത് ഗൺസ്. ഗണ്ണ് ഉപയോഗിച്ചിട്ട് അവരെ കൊല്ലണം എന്നാണ് ആക്ച്വലി നമ്മുടെ വൈഫ്, നമ്മുടെ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വൈഫും ആ വൈഫിന്റെ കസിനും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. But the bats were believed to be the spirits of their ancestors. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ, മരിച്ചുപോയ ആൾക്കാരൊക്കെ നെക്സ്റ്റ് ജനറേഷനിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ വരുന്നത് എങ്ങനെയായിട്ടായിരിക്കും? ബാറ്റുകളായിരിക്കും. അവരുടെ മരിച്ചുപോയ പൂർവികരായിട്ടുള്ള ആൾക്കാരായിരിക്കും. അതായത് ആ നാട്ടിലുള്ള ആൾക്കാരുടെ അച്ഛന്മാരും അച്ഛന്മാരും അമ്മമാരും ഒക്കെ ആയിരിക്കും ആര്? ഈ വവ്വാലുകൾ എന്നാണ് അവരുടെ വിശ്വാസം. സോ ദ ലോക്കൽസ് ഫോളോഡ് ദം. അവരെ എന്താക്കി, ലോക്കൽസ് ഫോളോ ചെയ്തു. ആ നാട്ടിലുള്ള ആൾക്കാർ, നേറ്റീവ് വില്ലേജേഴ്സ് ഒക്കെ എന്താക്കി, അവർ ഫോളോ ചെയ്തു. സീനായില്ലേ, ഇവർ കൊല്ലാൻ പോയാൽ വേറെ വിടുവോ, വിഷയാക്കൂലേ? അങ്ങനെ ഓൾ ദോ ബാറ്റ്സ് കനോട്ട് ബി കൺസിഡർഡ് ദ റെയിൻകാർനേഷൻ ഓഫ് അവർ ആൻസിസ്റ്റേഴ്സ്. അങ്ങനെയാണെന്ന്, അതായത് നമ്മുടെ മരിച്ചുപോയ ആൾക്കാരുടെ അടുത്ത പുനർജന്മത്തിൽ ഉണ്ടായ ആൾക്കാരാണെന്ന് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ലെങ്കിലും ദി സ്റ്റോറി എൻഡ്സ് വിത്ത് എ നരേറ്റർ സെയിങ് ദാറ്റ്, അവസാനം നരേറ്റർ പറയുന്നതോടുകൂടിയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. ദാറ്റ് ദേ ഡെഫിനറ്റ്ലി ഹാവ് എ റൈറ്റ് ടു ലിവ് ഓൺ ദിസ് എർത്ത്. ഈ ഭൂമിയിൽ അവർക്കും ജീവിക്കാൻ അവകാശമില്ലേ? വവ്വാലുകൾക്കും ജീവിക്കാനുള്ളതല്ലേ ഈ ഭൂമി?
അവരെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് മനുഷ്യന്മാർ മാത്രം മതി, മനുഷ്യൻ്റെ കൃഷി മാത്രം മതി, അത് നടക്കുമോ? അത് ശരിയാണോ? ഇല്ല, അവരും ജീവിക്കണം അല്ലേ? ദ ഓതേഴ്സ് വേർഡ്സ് മേ റിമൈൻഡ് അസ് ഓൺ ഓൾഡ് കോൺസെപ്റ്റ് ഇൻ ആൻഷ്യൻ ഇന്ത്യ. പുരാതന കാലത്തെ ഇന്ത്യയിലുണ്ടായിരുന്ന പഴയ ഒരു കോൺസെപ്റ്റ്, ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് വരികയാണ്. എന്താ വെച്ചാൽ ദ വസുദേവ ഫാമിലിയെ പറ്റിയുള്ള ഒരു കോൺസെപ്റ്റ്, വസുധൈവ ഫാമിലി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് വരികയാണ്. വസുധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ആൻഡ് ഫാമിലി, ഭൂമിയും ഫാമിലിയും. ഇനി അതോടെ മറ്റൊരു പേര് പറഞ്ഞാൽ ദ ഹോൾ വേൾഡ് ഇസ് എ ഫാമിലി, ലോകം മുഴുവനും എന്താണ്? ഫാമിലിയാണ്, ഇൻക്ലൂഡിങ് ആനിമൽസ്. അത് ആനിമൽസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഫാമിലിയാണ് ലോകം മൊത്തം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു വസുദൈവ ഫാമിലി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ മൈൻഡ് കൊണ്ടുപോവുകയാണ് ഒക്കെ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് എന്താക്കാം, ജസ്റ്റ് വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി ഒന്ന് നോക്കാം. ഓക്കെ, അദ്ദേഹം 1908 ജനിച്ചു. 1994 മരിച്ചത്. വാസ് എൻ എ മലയാളം ഫിക്ഷൻ റൈറ്റർ, മലയാളം എഴുത്തുകാരനായിരുന്നു. ഫിക്ഷൻ റൈറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ കഥകൾ എഴുതാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ വലിയ വലിയ നോവലുകൾ എഴുതാറുണ്ടായിരുന്നു. ഹി വാസ് എ ഹ്യൂമാനിസ്റ്റ്, ഫ്രീഡം ഫൈറ്റർ, ഒരു മനുഷ്യസ്നേഹിയായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. പിന്നെ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. ഹി വാസ് നോട്ടഡ് ഫോർ ഹിസ് ഡൗൺ ടു എർത്ത് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. വളരെ ഡൗൺ ടു എർത്ത് ആണ്, പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ സംസാരത്തിലായിരുന്നു അദ്ദേഹം എഴുതാറുണ്ടായിരുന്നത് അല്ലേ? തനിനാടൻ മലയാളിയായിട്ട് അദ്ദേഹം ജീവിച്ചിരുന്നു. ദാറ്റ് മെയ്ഡ് ഹിം ഈക്വലി പോപ്പുലർ എമംഗ് ലിറ്റററി ക്രിറ്റിക്സ് ആസ് വെൽ ആസ് എ കോമൺ മാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ വലിയ ഉയർന്ന ലിറ്ററേച്ചർ തരത്തിലുള്ള വലിയ വലിയ സാഹിത്യകാരന്മാർക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഭയങ്കര ഫേമസ് ആവാൻ കാരണമായി. ദിസ് എക്സ്ട്രാക്ട് ഇസ് ടേക്കൺ ഫ്രം ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ സ്റ്റോറി. ഭൂമിയുടെ അവകാശികൾ എന്നുള്ള ട്രാൻസ്ലേറ്റഡ് സ്റ്റോറിയുടെ ഒരു എക്സ്ട്രാക്ട് ആണ് ഇതിവിടെ എടുത്തിട്ടുള്ളത്. ഹി വാസ് അവാർഡ് ദ പത്മശ്രീ കിട്ടിയിട്ടുണ്ട് 1982. ഓക്കെ, ഫോൺലി നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആ ഒരു സമ്മറി നിങ്ങൾക്ക് മനസ്സിലായി, ഇത് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, ഈ ഒരു ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി എന്താണ് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ഏതാണ്, ഏത് സബ്ജക്റ്റ് ആണ് വേണ്ടത്, ഏത് ചാപ്റ്റർ ആണ് വേണ്ടത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്താക്കുക, ജസ്റ്റ് എന്താക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരും ക്രിസ്മസ് എക്സാം എഴുതാൻ പോകുന്നവരാണ്, അവരും പാസ്സാവട്ടെ, പഠിക്കട്ടെ, സെറ്റ് ആവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പുതിയൊരു റിവിഷൻ ബാച്ച് കൊടുത്തിട്ടുണ്ട്. റിവിഷൻ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൂടി പോകുന്നുണ്ട് സ്ക്രോൾ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു. Don't forget to subscribe the channel for the more updates.